ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMAയും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ വേദന സംഹാരിക്കായി ഉപയോഗിക്കുന്ന ടൈഡോഡ് ഇനത്തിൽപ്പെട്ട ഗുളികകളുമായി 2 യുവാക്കളെ റെയിൽവേ പോലീസ് പിടികൂടി. കുണ്ടറ കാഞ്ഞിരംകോട് സ്വദേശി ആദർശ്, മുളവന സ്വദേശി സുദീപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് പ്രത്യേക വിഭാഗത്തെ മയക്കുമരുന്ന് വേട്ടയ്ക്കായി നിയോഗിച്ചിരുന്നു. ഇവർ നടത്തിയ രാത്രികാല പരിശോധനയിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ സംശയാസ്പദമായ രീതിയിൽ 2 യുവാക്കളെ കണ്ടത്. ഇവരെ പിടികൂടി ചോദ്യം ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് പോക്കറ്റിൽ നിന്നും ഗുളികകളും MDMAയും ലഭിച്ചത്. കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളിൽ നിന്നാണ് ഇവർ മയക്കുമരുന്നുകൾ വാങ്ങിയതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഒരാളുടെ ബാഗിൽ നിന്ന് ഒരു 610 ഗ്രാം വരുന്ന നിരോധിത ഉൽപ്പന്നമായിട്ടുള്ള MDMAയും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു പെട്രോൾ ഇനത്തിൽപ്പെട്ട 100 ഗ്രാം ഗുളിക, 2 ഗുളികകളും ആണ് അവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഒരു കൊല്ലം അരിക്കോടുള്ള മയന്മാരാണ്. ആദർശ് 24 വയസ്സ്, ഒരു സുദീപ് 22 വയസ്സ്. ഇവർ രണ്ടുപേരും കൊല്ലം ജില്ലക്കാർ തന്നെയാണ്. മയക്കുമരുന്നുകളുമായി ചെങ്ങന്നൂരിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ നിൽക്കുമ്പോഴാണ് യുവാക്കളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ മുൻപും മയക്കുമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലം റെയിൽവേ പോലീസ് SHO ശ്യാമകുമാരി, ഇന്റലിജൻസ് CPO അഖിൽ, പുനലൂർ ഇന്റലിജൻസ് CPO രതീഷ് കുമാർ, ഡാൻസ് ഓഫ് CPO രഞ്ജിത്ത്, പുനലൂർ ഡാൻസ് ഓഫ് CPO ബിജു ജോസ്, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് മലയാളം, കൊല്ലം.